രക്ഷാപ്രവർത്തനവും പ്രാർത്ഥനകളും വിഫലമായി. ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലിൽ വീട് തകർന്ന് ഒരാൾക്ക് ദാരുണാന്ത്യം. ലക്ഷം വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത്. 6.5 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത ബിജുവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി 10 മണിയോടെ ഒരു വാർത്തയായി ഇത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഒരു മണ്ണിടിച്ചിൽ, അതിനപ്പുറം ഒരു ജീവൻ എടുക്കുന്ന ഒരാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിക്കുന്ന ദുരന്തമാകുമെന്ന് അപ്പോഴൊന്നും നമ്മൾ കരുതിയതേയില്ല. വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞ് താഴുകയായിരുന്നു. ബിജുവും ഭാര്യയും മണ്ണിനടിയിൽപ്പെട്ടു. ഭക്ഷണവും രേഖകളുമൊക്കെ എടുക്കാൻ ഇരുവരും ക്യാമ്പിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. വീടിന്റെ ഹാളിലായിരുന്നു ഇരുവരും കുടുങ്ങിക്കിടന്നിരുന്നത്. സന്ധ്യയുമായി ഫോണിൽ സംസാരിക്കാനായത് രക്ഷാപ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകി. 3:10 സന്ധ്യയെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചത്. സന്ധ്യയുടെ കാലിന് ഗുരുതരമായി പരിക്കുണ്ടായിരുന്നു. സന്ധ്യയെ ആലുവ രാജഗിരി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബിജുവിന്റെ ദേഹത്തേക്ക് കോൺക്രീറ്റ് തൂൺ വന്ന് പതിച്ചിരുന്നു. 6.5 മണിക്കൂറിന് ശേഷം 4:45 ബിജുവിനെയും പുറത്തെത്തിച്ചു. താലൂക്ക് ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചു. കൂലിപ്പണി ചെയ്യുന്നയാളായിരുന്നു ബിജു. സന്ധ്യയ്ക്ക് മിൽമ സൊസൈറ്റിയിലായിരുന്നു ജോലി. നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾ ആര്യ കോട്ടയത്ത് പഠിക്കുകയാണ്. മകൻ ആദർശ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് കഴിഞ്ഞ വർഷമാണ്. ആ കുടുംബത്തെ തേടിയെത്തിയ വലിയ ദുരന്തം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. 22 കുടുംബങ്ങൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. ആ പ്രദേശത്ത് അവരെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി രാഹുൽ സുരേഷും അർജുൻ മട്ടന്നൂരും സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ആദ്യം രാഹുൽ സുരേഷിലേക്ക്. രാഹുൽ സുരേഷ്, ഇന്നലെ രാത്രി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മണ്ണിടിച്ചിൽ എന്നതിനപ്പുറം ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത ഒരു വലിയ അപകടമാണ് എന്ന രീതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ രാത്രി, ഇന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ബിജുവിന്റെ ജീവൻ നഷ്ടമായി. സന്ധ്യ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ആ പ്രദേശത്ത് എത്രത്തോളം നാശം വിതച്ചിട്ടുണ്ട് ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിൽ? സുജയ, ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് നമ്മൾ ഈ ഭാഗത്ത് വിള്ളലുണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 22 കുടുംബങ്ങളെ അടിമാലിയിലെ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ആ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്ത്. അത് റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു അരമണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ആ കാണുന്ന മൺകൂന താഴേക്ക് പതിക്കുകയായിരുന്നു സുജയ. ആ കാണുന്ന മുകൾ ഭാഗത്തായിരുന്നു വലിയ രീതിയിൽ വിള്ളൽ കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ കാണുന്ന വിള്ളലുണ്ടായ ഭാഗം ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ഈ താഴേക്ക് പതിക്കുകയായിരുന്നു. ആ കാണുന്നതാണ് ദേശീയപാത എന്ന് പറയുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ് ആ കാണുന്നത്. ആ പാതയിൽ ഏതാണ്ട് 2 ദിവസമായി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആ മുകളിൽ നിന്ന് വന്ന മൺകൂന താഴെയുള്ള സംരക്ഷണ ഭിത്തിയും തകർത്തുകൊണ്ട് സംരക്ഷണ ഭിത്തിയും മണ്ണും മരങ്ങളും ഉൾപ്പെടെയാണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന 8 വീടുകൾക്ക് കാര്യമായി തന്നെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 2 വീടുകൾ, അതായത് സന്ധ്യയുടെ വീടും അതോടൊപ്പം തന്നെ മറ്റൊരു വീടും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിൽ 6 വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. ഒരു നായനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ഏതോ ഒരു വീട്ടിലെ നായയാണ്. അവരുടെ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വീട് അപ്രതീക്ഷിതമായി കണ്ടൊക്കെ എന്തൊക്കെയോ തിരഞ്ഞു നടക്കുന്നതൊക്കെയാണ് ആ നായയെ ആ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. അത്തരത്തിൽ സങ്കട കാഴ്ചകൾ തന്നെയാണ് ഇവിടെ സമ്മാനിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 22 കുടുംബങ്ങളിലെ 28 പുരുഷന്മാരും 20-ലധികം സ്ത്രീകളും 8 കുട്ടികളും അടക്കം 50ഓളം ആളുകളെയാണ് ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റുകയും ചെയ്തത്. ആ ആളുകളെ മാറ്റിയില്ലായിരുന്നു എങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്താനെ. ഈ ആളുകളെ മാറ്റിയത് ഒരു കണക്കിന് ഗുണം ചെയ്തു അല്ല ഏട്ടാ. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും ആ 22 കുടുംബങ്ങളെ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഇതിനേക്കാൾ വലിയ ദുരന്തമായിരുന്നു. കാരണം 22 ഇവിടെ തന്നെ 6 വീടുകളുണ്ട്. ഈ 6 വീട്ടിൽ എങ്ങനെ പോയാലും 3 പേര് 4 പേര് വീതം അത് തന്നെ വലിയൊരു ഇതായി പോയേനെ. ഇപ്പോൾ ഇതല്ല, രാത്രി മഴ വല്ലതും പെയ്തായിരുന്നെങ്കിൽ അതിനേക്കാളും വലിയ ഇത് സംഭവിച്ചേനെ. കാരണം മഴ പെയ്ത് ഇത് മണ്ണ് ഒലിച്ച് ശരിക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന 40 വീടുകളിലേക്ക് ബാധിക്കും. ടൗണിലേക്ക്, അടിമാലി ടൗണിൽ വരെ സ്ഥലങ്ങളിൽ പോകാനും സാധ്യത ഉണ്ടായേനെ. ലക്ഷം വീട് ഉന്നതിയിൽ മൊത്തം ഒരു 50ഓളം വീടുകളാണ് ഉള്ളത്. അതിൽ 22 വീട് നമുക്ക് അപകട സാധ്യത ഇങ്ങനെ ലൈൻ വെച്ച് നമ്മൾ നോക്കിക്കുമ്പോൾ അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവരെ മാറ്റി പാർപ്പിച്ചത്. ആ കാണുന്ന തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് മാറാം എന്നുള്ള ധാരണയിലായിരുന്നു അല്ലേ? തൊട്ടടുത്ത് ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയും അവിടെ ക്യാമ്പിൽ വരികയും ചെയ്തതാണ്. അപ്പം 20ാമത്തെ പേര് രജിസ്റ്റർ ചെയ്ത ആളാണ്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു തൊട്ടടുത്ത ചേട്ടൻ്റെ വീട്ടിലേക്ക്, അനിയൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇത് ചെയ്യാറുന്നത്. ഈ കാണുന്ന രാഹുൽ, ഒരു കാര്യം കൂടി അറിയണം. ബിജു സന്ധ്യയും മാത്രമാണോ അവിടെ ഉണ്ടായിരുന്ന 22 വീടുകളിലെ ആളുകളെ മാറ്റിയിരുന്നു? ബിജു സന്ധ്യയും മാത്രമാണോ ഇന്നലെ രാത്രി അവിടേക്ക് തിരിച്ചു പോയത്? രേഖകൾ എടുക്കാൻ എന്ന് പറഞ്ഞാണ് അവർ പോയതെന്നാണ് കേട്ടത്. പക്ഷേ അവർ തിരിച്ച് ക്യാമ്പിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്നില്ലേ?
ഈ പറഞ്ഞ പോലെ തന്നെ 20ാമത്തെ നമ്പറായാണ് ഗവൺമെന്റ് സ്കൂളിൽ അവർ പേര് രജിസ്റ്റർ ചെയ്തത്. ആ കാണുന്നതാണ് അവരുടെ ഒരു ബന്ധുവീട് എന്ന് പറയുന്നത്. ആ കാണുന്ന ബന്ധുവീട്ടിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞാണ് അവർ ക്യാമ്പിലേക്ക് ഇറങ്ങിയത്. ആ ബന്ധുവീടും ഈ കാണുന്ന വീടും തമ്മിൽ ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രമാണ് അകലെയുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ രേഖയെടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. അതിനിടയിലായിരുന്നു ഈ അപകടം ഉണ്ടാവുകയും ചെയ്തത്. എന്താണെങ്കിലും 22 കുടുംബങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിച്ചത് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോഴും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. സന്ധ്യയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. സന്ധ്യയുടെ കാലിലാണ് പരിക്കേറ്റിരിക്കുന്നത്. 3:15 കൂടിയാണ് ഇവിടെ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ സന്ധ്യയുമായി കൃത്യമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. നമ്മൾ ഈ സംഭവ സ്ഥലത്ത് എത്തുന്ന ഏതാണ്ട് ഒരു 11:30 കൂടിയിട്ടാണ്. 11:30 നമ്മൾ എത്തുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ച ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ സന്ധ്യയുമായി സംസാരിക്കുന്നുണ്ട്. കൃത്യമായ ആശയവിനിമയം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ അവർ ശേഖരിക്കുകയും അത് കൈമാറുകയും ചെയ്തത്. എന്താണെങ്കിലും സന്ധ്യയെ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുത്താനായത് ആശ്വാസകരമായ കാര്യമാണ്. അപ്പോഴും സന്ധ്യയുടെ ഭർത്താവിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അനുവദിച്ചതിലും കൂടുതൽ മണ്ണ് ഈ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ വളരെ ഉയരത്തിൽ ആ മണ്ണിടിച്ചതും ഈ അപകടത്തിന് കാരണമായതായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പരാതി പലപ്പോഴും പറഞ്ഞപ്പോഴും വേണ്ടത്ര നടപടികൾ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. അത് പഞ്ചായത്ത് അധികൃതരും ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആരെയും പഴിക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ ഒരു സാഹചര്യമല്ല. പക്ഷേ അവിടെ ദേശീയപാതയ്ക്കായുള്ള അശാസ്ത്രീയ മണ്ണിടിച്ചിൽ, അത് അശാസ്ത്രീയമായി മണ്ണെടുത്തത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുണ്ടായ ഈ സംഭവം, അതിൽ ബിജുവിന്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. സന്ധ്യയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്.